തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമായപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും UDF നേതൃത്വവും വ്യാപകമായ തോതിലുള്ള കള്ളവോട്ടുകൾക്കായി ഊർജിതമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്തു നിന്നുള്ള വോട്ടർമാർ അവരിവിടെ സ്ഥലത്തില്ലാത്തവരുടെ എല്ലാം സ്ലിപ്പുകൾ, ഒഫീഷ്യൽ സ്ലിപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ BLOമാർ വഴി അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 25ഓളം ബൂത്തുകളിൽ മുസ്ലിം ലീഗിന് മാത്രം നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള 25ഓളം ബൂത്തുകളിൽ അത്തരം വിദേശത്തുള്ളവരുടെ വോട്ടുകൾ മറ്റാളുകളെ കൊണ്ട് ഇവിടെ കള്ളവോട്ട് ചെയ്യിക്കാനുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിലും അവരത് പരീക്ഷിക്കുന്നതാണ്. ഇത്തവണ മംഗൽപാടി പഞ്ചായത്തിലെ 74, 77, 75, 78, 114, 116, 80, 81, 85, 89, 90, 98 ബൂത്തുകളിലും, കുമ്പള പഞ്ചായത്തിലെ 181, 182, 179, 183, 184, 185 ബൂത്തുകളിലും, മഞ്ചേശ്വരം പഞ്ചായത്തിലെ 4, 8, 12, 13, 16, 18 ബൂത്തുകളിലും, ഒർക്കാടി പഞ്ചായത്തിലെ 34, 35, 36, 45, 47, 43, 42, 38 ഈ ബൂത്തുകളിലും വ്യാപകമായ തോതിൽ BLOമാരെ ഉപയോഗിച്ചുകൊണ്ട് അവർ സ്ലിപ്പുകൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യമായ കള്ളവോട്ടിടാൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടും, കാരണം അതിവിടെ നല്ല ശതമാനം സ്ത്രീകൾ മുഖം മറച്ചുകൊണ്ടാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. ആ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി വ്യാപകമായ കള്ളവോട്ടുകൾ ചെയ്യാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. MLA നേരിട്ടാണ് അത്തരം പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പേ ഞങ്ങൾ സെൻസിറ്റീവ് ബൂത്തുകളുടെ ലിസ്റ്റ് നേരത്തെ തന്നെ കൊടുത്തതാണ്. ആ സെൻസിറ്റീവ് ബൂത്തുകളിലെല്ലാം നല്ല നിലയിലുള്ള പോലീസ് വിന്യാസം, അതുപോലെ അർദ്ധസൈനികരുടെ വിന്യാസം ഉറപ്പുവരുത്തണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മറ്റെല്ലാ പാർട്ടികളുടെയും പോളിംഗ് ഏജൻറ്റുമാർ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. BJPയുടെ പോളിംഗ് ഏജൻറ്റുമാർ ഈ ബൂത്തുകളിലെല്ലാം വ്യാപകമായ തോതിൽ ഈ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് മണ്ഡലത്തിലില്ലാത്ത വോട്ടർമാരെ പ്രത്യേകം റെഡ് മാർക്ക് ചെയ്ത് ഞങ്ങൾ ബൂത്തുകളിൽ ഏജൻറ്റുമാർക്ക് ഇതിനോടകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. നല്ല നിലയിലുള്ള പരിശ്രമമാണ് പരാജയം ഉറപ്പായപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ചെയ്തതുപോലെ കള്ളവോട്ട് ചെയ്ത് ജയിക്കാം എന്ന് ലീഗ് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ, പോലീസ്, അർദ്ധസൈനിക വിഭാഗം ഇവരെല്ലാം ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. വ്യാപകമായ തോതിൽ കള്ളവോട്ടിന് സഹായം നൽകിയ BLOമാരെ നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. ജില്ലാ കലക്ടറോടും ജില്ലാ ഭരണകൂടത്തോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങൾ ആദ്യമേ പറയുകയാണ്, ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യാൻ വരുന്നവരെ കർശനമായി നിയന്ത്രിക്കാനും നടപടിയെടുക്കാനും ജില്ലാ ഭരണകൂടം ഈ കാര്യത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നും കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തണം ആവശ്യമുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ ബൂത്തുകളിലെല്ലാം ഗൾഫിലുള്ള വോട്ടർമാരുടെ പേരുകൾ, അവരുടെ നമ്പറുകൾ റെഡ് മാർക്ക് ചെയ്തിട്ട് ഏജൻറ്റുമാർക്ക് നൽകിയിട്ടുണ്ട്. ആ കള്ളവോട്ടുകൾ വരുമ്പോൾ വ്യക്തമായിട്ട് അവരുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കണം, അവരുടെ മുഖമടക്കം എല്ലാം പരിശോധിക്കണം എന്നുള്ള നിലയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. വെബ്കാസ്റ്റിംഗ് ഇല്ല എല്ലായിടത്തും? വെബ്കാസ്റ്റിംഗ് ഉണ്ട്, പക്ഷേ അതൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കേസുകൾക്കല്ലേ. കള്ളവോട്ട് ഇടാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടി വ്യാപകമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സുതാര്യമായ രീതിയിൽ നടക്കില്ല. അത് സ്ഥിരമായിട്ട് UDF ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. LDFനും NDAക്കും സ്വാധീനമില്ലാത്ത ബൂത്തുകളിൽ ലീഗിന് മാത്രം സ്വാധീനമുള്ള ബൂത്തുകളാണ് ഞാൻ പറഞ്ഞത്. അവിടെയെല്ലാം ജാഗ്രത പാലിക്കാൻ പോളിംഗ് ഏജൻറ്റുമാരോടൊപ്പം സർക്കാർ സംവിധാനങ്ങളും ഉണ്ടാവണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്.